ചങ്ങായിമാർ ഇന്നലെ തൊട്ട് നമ്മളെ നാട്ടിലെ ചാണക സംഖ്യ ഉണ്ടല്ലോ അടിച്ചുവിടുന്ന ഒരു പച്ച കള്ളുണ്ട്. വടകരയിലുള്ള ഒരു മുസ്ലിമിന്റെ ഉടമസ്ഥതയിലുള്ള കല്യാണ മണ്ഡപത്തില് ജോലിക്ക് വന്ന ഹിന്ദുക്കളായ സ്ത്രീകളിലെ ആ സ്ത്രീകളെ കൊണ്ട് നിർബന്ധപൂർവ്വം ഹിജാബ് ധരിപ്പിച്ചു എന്നുള്ള ഒരു പച്ച കള്ളം. അതുമാത്രമല്ല, അതിന്റെ കൂടിയിട്ടല്ല വർഗീയതയ്ക്ക് എരിവ് കൂട്ടാൻ വേണ്ടി ചാണക സംഖ്യയില് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നിർബന്ധപൂർവ്വമുണ്ടല്ല അവർ നെറ്റിയിലിട്ട സിന്ദൂറുണ്ടല്ല, ആ സിന്ദൂര് മുസ്ലിമായ മുതലാളി ഉണ്ടല്ല, മുതലാളി മായ്പിച്ചു കളഞ്ഞു എന്നുള്ള ഒരു പച്ചക്കള്ളം. ഈ പച്ചക്കള്ളം ആദ്യം ഏറ്റെടുത്തത് ആരാന്നറിയാം? നമ്മളെ വിശകലിലെ വിശകലന്മാരാണ് ഈ പച്ചക്കള്ളം ഉണ്ടല്ല ആദ്യം തന്നെ ഫേസ്ബുക്കിൽ ഇട്ടത്. അത് കണ്ടപാട് അതിന്റെ പിന്നാലെ കുറെ കുലസ്ത്രീ സംഗീണികളും സംഘികളൊക്കെ ഉണ്ടല്ല ഇതും പറഞ്ഞ് ഈ പച്ചക്കള്ളവും പറഞ്ഞിട്ട് ഒരേ വീഡിയോ ചെയ്യലാണ്. എന്തിന് ഈ സ്ഥാപനത്തിലേക്ക് ഉണ്ടല്ല RSS VHP ഉണ്ടല്ല പച്ച വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ട് മാർച്ച് വരെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ സ്ഥാപനത്തിലെ ജോലിക്കാരായ ഹിന്ദു യുവതികളുണ്ടല്ല ഈ ചാണക സംഖ്യയുടെ വർഗീയ കലാപം, കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടല്ല പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട്. ആ സംഭവത്തിന്റെ സത്യാവസ്ഥയുണ്ടല്ല അവര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ജോലിക്കാരായ ഹിന്ദു യുവതികൾ പറഞ്ഞ സത്യാവസ്ഥയുണ്ടല്ല ആ സത്യാവസ്ഥ കാണുന്നതിന് മുമ്പിലെ ഈ ചാണക സംഖ്യകളുണ്ടല്ല ഈ വാർത്തയെ എന്തുമാത്രം വളച്ചൊടിച്ചാണ് കാണിക്കുന്നുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഒരു ചാണക സംഖ്യയുണ്ട്, ശരിക്കും പറഞ്ഞ വിശകലനെ പോലും തോൽപ്പിക്കുന്ന ഒരു ചാണക സംഖ്യയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ആ ചാണക സംഖ്യ ഈ സംഭവത്തെ എത്രമാത്രം പച്ചക്കളവും എത്രമാത്രം പച്ച വർഗീയതയും ചേർത്തിട്ടാണ് അവതരിപ്പിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. വാ. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് ഇരിങ്ങത്തുള്ള ഗ്രീനോ കല്യാണ മണ്ഡപത്തിലാണ് കേട്ടവരെ മുഴുവൻ ഞെട്ടിച്ച സംഭവം അരങ്ങേറുന്നത്. സ്വന്തം വിയർപ്പൊഴുക്കി അധ്വാനിച്ച് അന്തസ്സോടെ ജീവിക്കാൻ എത്തിയ ഒരു കൂട്ടം കാറ്ററിംഗ് വനിതാ തൊഴിലാളികൾക്കാണ് സ്ഥാപനത്തിൽ വെച്ച അതിദാരുണമായ ദുരനുഭവം നേരിടേണ്ടി വന്നത്. കാറ്ററിംഗ് സ്ഥാപന ഉടമയായ ഷെരീഫ് കുമ്മോളി ജോലിക്കെത്തിയ ഹിന്ദു സ്ത്രീകളോട് നിർബന്ധപൂർവ്വം തലയിൽ തട്ടം ധരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് ഞെട്ടിക്കുന്ന ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എന്നാൽ അതിലും ഗുരുതരമായ കാര്യം അവരുടെ നെറ്റിയിൽ അണിഞ്ഞിരുന്ന സിന്ദൂരപ്പൊട്ട് മായ്ച്ചു കളയാൻ ഇയാൾ ഭീഷണിയുടെ സ്വരത്തിൽ നിർദ്ദേശവും നൽകി. പണം വാങ്ങി ജോലി തരുന്ന സ്ഥാപന ഉടമ തങ്ങളുടെ മേലാളനും തങ്ങൾ ഇയാളുടെ അടിമകളുമാണെന്ന മനോഭാവമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ പ്രതിഫലിച്ചത്. തൊഴിലെടുത്ത് ജീവിക്കാനെത്തിയ പാവപ്പെട്ട സ്ത്രീകളിൽ ചിലർ അന്നം മുടങ്ങുമെന്ന ഭയം കൊണ്ടും ജോലി നഷ്ടപ്പെടാതിരിക്കാനും ആ നിർബന്ധത്തിന് വഴങ്ങി കണ്ണീരോടെ തട്ടം ധരിക്കാനായി തയ്യാറായി. എന്നാൽ സ്വന്തം ആത്മാഭിമാനവും മതവിശ്വാസവും ഒരു തൊഴിലുടമയുടെ മുന്നിലും അടിയറവ് വയ്ക്കാൻ തയ്യാറാകാതിരുന്ന മറ്റ് ചില ധീരരായ സ്ത്രീകൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. അങ്ങനെയാണ് ഇത് പുറം ലോകം അറിഞ്ഞത്. എന്തൊരു പച്ചക്കള്ളാണ് ഈ കുലസ്ത്രീ സംഘടന പറഞ്ഞ് നിങ്ങൾ കേട്ടു നോക്കട്ടെ. ഇവരുടെ പേരുണ്ടല്ല അരുണിമ എന്നാണ്. ഈ പച്ചക്കള്ളം പറഞ്ഞ ഈ വൃത്തികെട്ട വായി കൊണ്ട് തന്നെയല്ലേ ഇവരുണ്ടല്ല ഭക്ഷണം കൂടി കഴിക്കുന്നത്. ഈ കുലസ്ത്രീ സംഘടന പറഞ്ഞ പച്ചക്കള്ളം കേട്ടില്ലേ? ആ സ്ഥാപനത്തിലെ കുറച്ച് ഹിന്ദുക്കളായ യുവതികളുണ്ടല്ല അവര് പുറത്തു പറഞ്ഞപ്പോഴാണ് ഈ വാർത്തയുണ്ടല്ല എല്ലാവരും അറിഞ്ഞതെന്ന്. അങ്ങനെ പച്ചക്കള്ളം എന്ന സംഖ്യയോട് എനിക്ക് പറയാനുള്ളത് ആ സ്ഥാപനത്തിലെ മൊത്തം ഹിന്ദുക്കളായ യുവതികളുണ്ടല്ല ഒരു വീഡിയോ ഇതിനെതിരെ ഉണ്ടല്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ സംഘടന പച്ചക്കള്ളം ഉണ്ടല്ല ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാനുള്ള പച്ചക്കള്ളം പൊളിച്ചോണ്ട് ആ ഹിന്ദു യുവതികളുണ്ടല്ല ജോലിക്കാരായ ഹിന്ദു യുവതികളിട്ട ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഞങ്ങള് ഇരിങ്ങത്ത് ഗ്രീനോ ഓഡിറ്റോറിയത്തിലെ കേറ്ററിംഗ് പ്രവർത്തകരാണ്. ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം ഒരാഴ്ച മുമ്പ് നടന്ന ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ് കോഡുമായിട്ടുള്ള വിവാദമാണ്. ഞങ്ങൾക്ക് ഇവിടെ കേറ്ററിംഗ് സർവീസിന് 3-4 തരം ഡ്രസ് കോഡുകളുണ്ട്. ആ ഒരാഴ്ച മുന്നേ നടന്ന കല്യാണത്തിന് ഞങ്ങൾ തെരഞ്ഞെടുത്ത ഡ്രസ് കോഡിന്റെ കൂടെ ഒരു ഷോള് തലയിൽ കൂടിയിട്ടിരുന്നു. അതൊരു വിവാദപരമായി മാറിയിരിക്കുകയാണ്. ഇത് ഞങ്ങൾ കേറ്ററിംഗ് തൊഴിലാളികൾ ഞങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്. ഇതിലിപ്പോൾ പുറത്ത് വാർത്ത വരുന്നത് ഈ മാനേജ്മെന്റ് ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്. അത് 100% തെറ്റായ വാർത്തയാണ്. മാനേജ്മെന്റ് ഞങ്ങളെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ അന്നത്തെ യൂണിഫോം തെരഞ്ഞെടുത്തത്. പിന്നെ എന്താ വെച്ചാൽ ഇതിന് നാട്ടിലും മീഡിയകളിലും ചാനലുകളിലും ഞങ്ങളെ ഫോട്ടോ വെച്ച് ഞങ്ങൾ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തകളൊക്കെയാണ് വന്നത്. പരാതി പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവര് പിൻവലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള പോസ്റ്റുകളും എല്ലാം മീഡിയകളിലോ അല്ലെങ്കിൽ ഞങ്ങളെ ഫോട്ടോ വെച്ചിട്ടുള്ള വാർത്തകൾ വരികയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ നിയമ നടപടികളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകുന്നതായിരിക്കും. ഒരു 4-5 വർഷമായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു കാറ്ററിംഗ് സർവീസാണ് ഇവിടെ ഏകദേശം 40-50 കുടുംബങ്ങൾ ഇവിടെ സ്ഥിരമായിട്ടും താൽക്കാലികമായിട്ടും പണിയെടുക്കുന്നുണ്ട്. ഇതുവരെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇതിൽ ഈ പ്രചരണത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. ഞങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ച് പറയണം, ഈ ചെയ്തത് ഞങ്ങളെ ഡ്രസ് കോഡ് ഞങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. മാനേജ്മെന്റ് ഞങ്ങളെ ഒരു കാര്യത്തിനും ഇന്നേ വരെ ഇവിടുന്ന് നിർബന്ധിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് ജോലി ചെയ്യുന്നത്. ഇത് ഞങ്ങളെ എന്താ ഈ പ്രചരിപ്പിച്ച പോലെ ഉദ്ദേശം എന്താണോ, ഞങ്ങളെ പണി പോക്കുകയാണുള്ള ഉദ്ദേശമാണോ എന്നുള്ളതും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും വരികയാണെങ്കിൽ ചാനലുകളിലും നല്ല ന്യൂസും ഫോട്ടോസും ഒക്കെ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. കണ്ടല്ലോ ഈ പാവ ഹിന്ദു യുവതികളുടെ ജോലി ഉണ്ടല്ലോ ആ ജോലി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ചാണക സംഘ ഉണ്ടല്ല ഇമ്മാരി ശ്രമം നടത്തുന്നത്. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പല കല്യാണത്തിനുണ്ടല്ലോ ഇവര് പല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. ഇതിന് മുന്നേ ഉണ്ടല്ലോ ഇവർ ഇതുപോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് കല്യാണത്തിന് ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഉണ്ടല്ല അവരത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത്
ആ അപ്ലോഡ് ചെയ്ത ഫോട്ടോ എടുത്തിട്ടാണ് ചാണക സംഖ്യയിട്ടില്ല അതിനകത്ത് പച്ച വർഗീയതയും അതിന്റെ കൂടി ഉണ്ടല്ല നാട്ടിൽ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമവും ഇപ്പൊ നടത്തുന്നത്. ജീവിതത്തിലെ ഒരു ഹിന്ദുവിന് പോലും എന്തിന് പാവപ്പെട്ട ഹിന്ദുവിന് പോലും ഉണ്ടല്ല ജോലി കൊടുക്കാതെ ചാണക സംഖ്യയിലാണ് ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടല്ല പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് ജോലി കൊടുക്കുമ്പോൾ ആ പാവപ്പെട്ട ഹിന്ദുക്കളുടെ ജോലി ഉണ്ടല്ല ആ ജോലി കളഞ്ഞിട്ട് അവരുണ്ടല്ല പെരുവഴിയിലാക്കാൻ വേണ്ടി നോക്കുന്നത്. അത് മാത്രമാണ് ആ പാവപ്പെട്ട ഹിന്ദുക്കളുടെ ജോലി മാത്രമല്ല ഇവർ കളയാൻ ഉദ്ദേശിക്കുന്നത്. ഈ നാട്ടിലുണ്ടല്ല അതിന്റെ പേരിൽ ഒരു കലാപം ഒരു വർഗീയ കലാപം കൂടി ഉണ്ടാക്കാനാണ് ഈ ചാണക സംഖ്യകൾ നോക്കുന്നത്. ഇതുപോലെ തന്നെ വേറൊരു ശ്രമം ഉണ്ടല്ല നാട്ടിൽ വർഗീയകാലം ഉണ്ടാക്കി വേറൊരു ശ്രമം ഉണ്ടല്ല മലപ്പുറത്തെ സംഘങ്ങൾ 2 ദിവസം മുന്നേ നടത്തിയിട്ടുണ്ട്. അതായത് മലപ്പുറത്തെ ഹിന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള ചോറും മീനും കടയിൽ വമ്പിച്ചൊരു സംഘർഷം ഉണ്ടായിരുന്നല്ലോ. ആ സംഘർഷം ഉണ്ടായത് ആ കടയുണ്ടല്ല ഹിന്ദുവിന്റേതായതുകൊണ്ടാണെന്ന് ചാണക സംഖ്യ ഉണ്ടല്ല അടിച്ചുവിട്ടിനി. അതായത് അവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം കൂടിയിട്ടുണ്ടല്ല ആ ഹിന്ദുവിന്റെ കടയുണ്ടല്ല പൂട്ടിക്കാനുള്ള ശ്രമാന്നും പറഞ്ഞ് അതിലൂടെ ഉണ്ടല്ല ഒരു വർഗീയ കലാപം നടത്താൻ വേണ്ടി സംഖ്യ ഉണ്ടല്ല അവിടെ ശ്രമിച്ചിനി. പക്ഷെ ഇന്നലെ തന്നെ ആ സ്ഥാപനത്തിന്റെ ഉടമയായ ഹിന്ദു വന്നിട്ടുണ്ടല്ല ആ സ്ഥാപനം ഇത്രയും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നത് അവിടെയുള്ള മുസ്ലിങ്ങളുണ്ടല്ല മുസ്ലിങ്ങളുടെ സാരണം കൊണ്ടാണെന്നും മുസ്ലിങ്ങളാണ് അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതെന്നും പറഞ്ഞതോടുകൂടി സംഖ്യയുടെ ആ ശ്രമം ഉണ്ടല്ല കലാപം ഉണ്ടാക്കൽ ആ ശ്രമം ഒളിഞ്ഞു പാളീസായി പോയി. എന്റെ അഭിപ്രായത്തിൽ കേരള പോലീസ് ഉണ്ടല്ലോ ഇതുപോലെ പച്ച വർഗീയത പറഞ്ഞ സംഖ്യക്കെതിരെയുള്ള നല്ല ശക്തമായ നടപടി തന്നെ എടുക്കണം. അതായത് ഈ അടുത്ത കാലത്തായിട്ട് ചാണക സംഖ്യ ഉണ്ടല്ല തോന്നും പോലെ ഉണ്ടല്ല പച്ച വർഗീയതയും പച്ച കളുണ്ടല്ല അടിച്ചുവിടുകയെന്ന്. ഇനി ഞാൻ നിങ്ങൾക്കല്ല ഇന്ന് വന്ന വേറൊരു വാർത്ത കൂടി കാണിച്ചു തരാം. ആ വാർത്തയുണ്ടല്ല ഒരു ഹിന്ദു യുവാവുണ്ടല്ല ഒരു മുസ്ലിം യുവതിനെ കൊലപ്പെടുത്താൻ നോക്കിയൊരു വാർത്തയാണ്. നിങ്ങൾ ഈ വാർത്ത കാണുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടാ. ഈ സംഭവം നേരെ തിരിച്ചിട്ടായിരുന്നെങ്കിൽ നമ്മളെ നാട്ടിലുണ്ടല്ല എന്തായിരിക്കും സംഭവിക്കുക? എന്തായാലും നമുക്കുണ്ടല്ല ആ വാർത്ത കൂടി കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. വാ. ആലപ്പുഴ താമരക്കുളം പറയൻപുറത്ത് യുവതിയെ ആൺസുഹൃത്ത് വീട്ടിൽ കയറി വെട്ടി 30-കാരിയായ ഷബാന ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമിച്ച ഹരിപ്പാട് മുതുകുളം സ്വദേശി ശരത് കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷബാനയുമായി കഴിഞ്ഞ 6 വർഷമായി പിടിയിലായ ശരത്ത് അടുപ്പത്തിലായിരുന്നു. വിഷ്ണു ശർമ്മയുടെ റിപ്പോർട്ട്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ആലപ്പുഴ താമരക്കുളം പറയംകുളത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. രാത്രി 10 മണിക്ക് ശേഷം ഈ വെട്ടേറ്റ ഷബാന 30 വയസ്സുകാരിയായ ഷബാന തന്റെ വീട്ടുമുറ്റത്തുള്ള മരച്ചുവട്ടിൽ ഫോൺ വിളിച്ച് നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് തന്റെ ആൺസുഹൃത്തായ ശരത് കൃഷ്ണൻ അവിടേക്ക് വരികയും വെട്ടുകത്തി ഉപയോഗിച്ച് ഷബാനയുടെ തലയ്ക്കും കൈകൾക്കും വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത്. പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് ഷബാന നിലത്തേക്ക് വീഴുകയായിരുന്നു. ഈ സമയത്ത് ശരത് കൃഷ്ണൻ ആക്രമിച്ച ശേഷം ഇരുട്ടിലേക്ക് ഓടി മറിയുകയും ചെയ്തു. ഷബാനയുടെ കുട്ടിയും അമ്മയുമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ പെട്ടെന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഷബാന നിലത്ത് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. പിന്നീട് അയൽവാസികളും പുറത്തേക്ക് ഇറങ്ങുകയും ഷബാനയെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. അപ്പോൾ നാട്ടുകാരും ഈ വീട്ടുകാരും ഒക്കെ കരുതിയിരുന്നത് ഷബാനയ്ക്ക് പരിക്കേറ്റത് കാൽ വഴുതി വീണതിനാലാണ്. തലപൊട്ടി രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാൽ വഴുതി വീണ് തല മുറിഞ്ഞതാകാം എന്നുള്ളതായിരുന്നു പ്രാഥമികമായി അവർ മനസ്സിലാക്കിയത്. പിന്നീട് അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഷബാനയെ കൊണ്ടുപോകുന്നത്. ഈ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം മുറിവ് പരിശോധിക്കുമ്പോഴാണ് ഇത് കാൽ വഴുതി വീണ് പരിക്കേറ്റുണ്ടായ മുറിവല്ല, തലയ്ക്ക് വെട്ടേറ്റതാണ്, കൈകൾക്കും വെട്ടേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. നിങ്ങൾ കേട്ടല്ല കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഹിന്ദുവായ ശരത്തും പരിക്ക് പറ്റിയത് മുസ്ലിമായ ഷബാന ആയതുകൊണ്ട് സംഖ്യയുടെ പ്രകടനമില്ല, പ്രസംഗമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. ഈ സംഭവം നേരെ തിരിച്ചായിരുന്നെങ്കിൽ സംഖ്യയുണ്ടല്ല ഈ സംഭവമില്ല കേരളത്തിൽ 2 ദിവസം കത്തിച്ച് നടന്നേനെ. ഓരോ വീഡിയോന്റെ അടിയിലും വന്നിട്ട് ചാണക സംഖ്യ ഇടുന്ന പച്ച വർഗീയതന്റെ കമന്റ് കാണുമ്പോഴല്ല സത്യം പറഞ്ഞാല് പേടിയാകുന്നു. ആ കമന്റ് കാണുമ്പോൾ എന്താ തോന്നുന്നറിയാം, ഒരു മനുഷ്യന് ഇത്രയും തരം താഴാൻ കഴിയുമോ എന്നാണ് ആ കമന്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ചാണക സംഖ്യയോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങൾ ഈ കേരളത്തിലുണ്ടല്ല എന്ത് പച്ചക്കള്ളവും എന്ത് പച്ച വർഗീയതയും പറഞ്ഞു നടന്നാലുണ്ടല്ല നമ്മളെ കേരളത്തിലെ നല്ലവരായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടി ഉണ്ടല്ല നിങ്ങൾ ആ പച്ച വർഗീയത ഉണ്ടല്ല പൊളിച്ച് കയ്യിൽ തരും. അപ്പൊ തൽക്കാലം നിർത്തുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.